ഷാഫി പറമ്പിൽ തുടരുകയാണ്. ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റ KSU പ്രവർത്തകനെ സന്ദർശിച്ച ശേഷമാണ് ഷാഫി പറമ്പിൽ സംസാരിക്കുന്നത്. സ്വാഭാവികമായും രാഹുൽ ചോദ്യമുണ്ടാകും, വിഷയം മറുപടി ഉണ്ടാവണം. മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് കാത്തിരുന്നു. അത് സ്റ്റേഷൻ ബെയിൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരുന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുക. ഇവിടെ ഇവരെ പ്രതികാര ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, ഈ ആ മുഖം മൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ, രാജ്യദ്രോഹികളെ പോലെ, അവരെ കൊലപാതക കേസിൽ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക. ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 7 മാസത്തിൽ 60 ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ 7 മാസത്തിൽ 60 ദിവസം പരോള്. എന്നിട്ട് ആ കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 2 എണ്ണം വീശാനും ടച്ചിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖം മൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വിരിക്കുന്നത്. അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല. അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ്, CPM പണി. പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിൻ്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെൻറ്ററിലും പാർട്ടി ഓഫീസുകളിലും. സർക്കാർ ശമ്പളത്തിൽ പാർട്ടി പണി എടുക്കുന്നത് അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും താല്പര്യമില്ല. കാരണം ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. തീർത്തും ഏകപക്ഷീയമായ, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മുഖം മൂടി അണിയിച്ചവനെ, കയ്യാമം വെച്ചവനെ, അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല. കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ നേരെ പോകുന്നത് സുജിത്തിൻ്റെ അടുത്തേക്കാണ്. ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച കാര്യങ്ങൾ അതും ചോദിച്ചു. അതിനെ സംബന്ധിച്ചൊരു വിവരാവകാശ പ്രകാരം ഒരു വീഡിയോ ദൃശ്യം പോലും പോലീസ് കൊടുക്കാൻ തയ്യാറല്ല. കോടതി ഇടപെട്ടാൽ പോലും ഇവിടെ വിവരാവകാശം നടപ്പിലാവുകയുള്ളൂ. ഇപ്പോൾ ഈ കുട്ടികളെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു. അതിൻ്റെ മെഡിക്കൽ കോളേജിലേക്ക്, അവിടുത്തെ ചേലക്കര ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചിട്ട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ വിവരാവകാശം ഉൾപ്പെടെയുള്ളത് CPMൻ്റെ അടിമപ്പണി എടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയിരിക്കുക. അതിനെ വരെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഈ ക്രൂരതക്കെല്ലാം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പാണ്. ഒരു പ്രതികരണമില്ല, ശക്തമായ നടപടിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.